ഡോക്ടർ ദീൻസ് അക്യുപഞ്ചർ സെൻറ്റർ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വെരിക്കോസ് വെയിൻ ചികിത്സയിൽ നടക്കുന്നത് ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വെയിൻ, ആ വെയിനിൽ നമ്മുടെ ബ്ലഡ് കെട്ടിക്കിടക്കുകയാണ്. അതായത് ഹൃദയത്തിലേക്ക് ശുദ്ധീകരിക്കാൻ കൊണ്ടുപോകേണ്ട ബ്ലഡ് നമ്മുടെ വെയിനിൽ കെട്ടിക്കിടക്കുകയാണ് കാലങ്ങളായിട്ട്. അങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വെയിന് കാണപ്പെടുന്നത്. ഇത് ചില ആളുകളിൽ ഉള്ളോട്ട് മടങ്ങിയിട്ടും കാണാറുണ്ട്. അതിന് ഇൻറ്റേർണൽ വെരിക്കോസ് എന്ന് പറയും. അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ പുറം തള്ളാനുള്ള ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അക്യുപഞ്ചർ തത്വപ്രകാരം മൈക്രോ അക്യുപഞ്ചർ പോയിൻറ്റ്സുകളെ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. അങ്ങനെ നമ്മുടെ തകർന്നു പോയ വാൾവിനെ വീണ്ടെടുത്തുകൊണ്ട് ആ വെരിക്കോസ് വെയിനെ കറക്റ്റ് ചെയ്യുവാനും അതോടൊപ്പം തന്നെ സർക്കുലേറ്ററി പവർ വർദ്ധിപ്പിക്കുവാനും ഈ ചികിത്സ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. പൊതുവെ നമ്മുടെ ബോഡിയിൽ വെയിന് അശുദ്ധ രക്തത്തെ ശുദ്ധീകരിക്കാനായിട്ട് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുകയും ആർട്ടറി ശുദ്ധരക്തത്തെ നമ്മുടെ ശരീരത്തിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും സെല്ലിലോട്ടുള്ള ശുദ്ധരക്തത്തെ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെയിൻ നോക്കിക്കഴിഞ്ഞാൽ ആ വെയിനിൽ ഓരോ ആൾട്ടർനേറ്റ് പാർട്ടിലായിട്ട് വാൾവ്സുകൾ കാണും. അപ്പം ബ്ലഡ് ബാക്ക് ഫ്ലോ അടിക്കുന്നത് കാരണം, അതായത് കാലിൽ നിന്ന് മുകളിലോട്ട് എന്ന് പറഞ്ഞാൽ അഗെയിൻസ്റ്റ് ദ ഗ്രാവിറ്റി ആണല്ലോ, ഗ്രാവിറ്റിക്കെതിരെയായിട്ടാണല്ലോ നീങ്ങേണ്ടത്. ഒരു വെള്ളം ടാങ്കിലേക്ക് പോകുന്നത് പോലെ. അപ്പോൾ അതിൻ്റെ വാൾവ് തകർന്നു കഴിഞ്ഞാൽ അവിടെ ബാക്ക് ഫ്ലോ ആണ് വരിക. ഇത് തന്നെയാണ് വെരിക്കോസ് വെയിനിലും സംഭവിക്കുന്നത്. ഇങ്ങനെ ബാക്ക് ഫ്ലോ അടിച്ച് കെട്ടിക്കിടക്കുന്ന ആ ബ്ലഡിനെ പുറന്തള്ളിയിട്ട് നമ്മുടെ തകർന്നു പോയ വാൾവ്സിനെ നല്ല രൂപത്തിലാക്കി മാറ്റുകയും തന്മൂലം ശരീരത്തിലാകമാനമുള്ള ബ്ലഡ് സർക്കുലേഷനെ ശരിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ വെരിക്കോസ് വെയിൻ ചികിത്സയിൽ നടക്കുന്നത്. പൊതുവെ മറ്റ് ചികിത്സകളെ അപേക്ഷിച്ച് കുറച്ച് ചെലവ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആണ് ഇതിന് ഒരു സ്പെഷ്യൽ ചികിത്സയാക്കി മാറ്റിയത്. അക്യുപഞ്ചർ തത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയുവാനായി ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്.